നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അബുദാബിയിൽ രണ്ടിടത്തായി സ്ഫോടനം നടന്നതായുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ഇതാ മറ്റൊരു വാർത്ത കൂടി. ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടെന്നും 6 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിർമ്മാണ മേഖലയിലും അബുദാബിയിലെ മുസഫയിലെ എണ്ണ ടാങ്കറുകളിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. സ്ഫോടനത്തിൽ 3ഓളം ടാങ്കറുകളിൽ തീ പിടിച്ചിട്ടുണ്ട്. നേരത്തെ ആളപായമില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. എന്നാൽ ഇതിന് പിന്നാലെ 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതി വിമതർ ഏറ്റെടുത്തെന്നാണ് റിപ്പോർട്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഡ്രോണുകളെ പോലെ സാമ്യമുള്ള ചെറിയ പറക്കുന്ന വസ്തുക്കൾ 2 പ്രദേശങ്ങളിലും വീണു. ഇതാണ് സ്ഫോടനത്തിന് കാരണമായിരിക്കാമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അയൽ രാജ്യമായ സൗദി അറേബ്യയിലെ ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പതിവായി ആക്രമണം നടത്തിവരാറുണ്ട്. ഇതിൽ അപൂർവമായി മാത്രമാണ് ആളപായം ഉണ്ടാകാറുള്ളത്. ഇതിനു മുമ്പ് UAE-യിൽ ആക്രമണം നടത്തിയതായി ഇവർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും നേരിട്ടുള്ള ആക്രമണങ്ങൾ വിരളമാണ്. അതേസമയം സംഭവത്തിൽ അബുദാബി സർക്കാരിൽ നിന്നോ UAE വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നോ ഇതുവരെ പ്രതികരണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. യമൻ യുദ്ധത്തിൽ ഹൂതികൾക്കെതിരായ സഖ്യത്തിൽ സൗദി അറേബ്യയ്ക്കൊപ്പം UAE ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഹൂതികളുടെ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണം സഖ്യസേന ശക്തമാക്കുകയായിരുന്നു. അതേസമയം ഇപ്പോൾ നടന്ന സ്ഫോടനത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. 2019 സെപ്റ്റംബർ 14 ഹൂതി വിമതർ സൗദി അറേബ്യയിലെ എണ്ണ ടാങ്കറുകളിൽ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരുന്നു. ഇത് മേഖലയിൽ സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ UAE-ക്കെതിരായ ആക്രമണം ഉടലെടുത്തതോടെ പ്രവാസികൾ വളരെയേറെ ആശങ്കയിലാണ്. UAE-യുടെ ചരക്ക് കപ്പൽ ഈ മാസം 11-ന് ഹൂതി വിമതർ പിടിച്ചെടുത്തിരുന്നു. ഇതും ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത് വിട്ടുകൊടുക്കാൻ ഹൂതികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിന് പിന്നാലെ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. എന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അധികൃതർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.